5 വർഷക്കാലം MLA ആയ സമയത്ത് അവരുടെ കൂടെ സ്വർഗത്തിൽ തന്നെയായിരുന്നു. പിന്നീട് എന്നെ തോൽപ്പിച്ചത് CPM-ഉം ഇടതുപക്ഷത്തിൻ്റെ PTR അടക്കമുള്ള ചില ആളുകളാണ്. അതേ സംബന്ധിച്ച് ഞാൻ സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും പേരുകൾ പരാമർശിച്ചുകൊണ്ട് പരാതി കൊടുത്തെങ്കിലും ഒരു നടപടിയും അവർ സ്വീകരിച്ചിട്ടില്ല. പിന്നീട് വികസനങ്ങൾ ഈ ആളുകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു. കൊടുവള്ളിയിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി കിഫ്ബി പദ്ധതിയിൽ നിന്നും 55 കോടി രൂപ കൊടുവള്ളിക്ക് കൊണ്ടുവന്നിട്ട് ആ പദ്ധതി അട്ടിമറിക്കുകയുണ്ടായി. അത് സ്വന്തക്കാരുടെയും ബന്ധുക്കാരുടെയും കുടുംബക്കാരുടെയും സ്ഥലം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഈ ആളുകളൊക്കെ അതിൽ തടസ്സമായി നിന്നിട്ടുള്ളത്. അതിന് ഇവർക്ക് ഈ കൊടുവള്ളിക്കാർക്ക് സഹായകരമായുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത് മന്ത്രി റിയാസാണ്. അദ്ദേഹം 1ാം പിണറായി സർക്കാരിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന പദ്ധതിയാണ് അട്ടിമറിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് ഞാൻ പരാതി നൽകുകയും അത് പരിഹരിക്കാമെന്ന് എനിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ നാളിതുവരെയായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് വക്കിലെത്തിയിട്ട് പോലും ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരാനായിട്ട് പോലും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് അന്ന് ഞാൻ പറഞ്ഞു ഈ പ്രശ്നം പരിഹരിക്കുന്നില്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നു. ആ നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്.